ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാമായി ദീർഘകാലം പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞ എൽ.കെ. അദ്വാനിക്ക് വിശ്രമജീവിതത്തിന്റെ കാലത്താണ് രാജ്യം ഭാരതരത്ന സമ്മാനിക്കുന്നത്. 14-ാം വയസ്സിൽ RSSലൂടെ പൊതുരംഗത്ത് സജീവമായി. പിന്നീട് ജനസംഘവും BJP രൂപീകരണവുമെല്ലാം അദ്വാനിയിലെ നേതാവിനെ വളർത്തി. ഹിന്ദുത്വ ആശയങ്ങൾ രാജ്യത്ത് അതിവേഗത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് വലുത്. 1990-ൽ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് അദ്വാനി നയിച്ച രഥയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയെഴുതി. പിന്നാലെ കർസേവകർ ബാബരി മസ്ജിദ് തകർത്തതും ഇപ്പോൾ അതേ സ്ഥലത്ത് രാമക്ഷേത്രം പണിതതുമെല്ലാം പിൽക്കാല ചരിത്രം. ഇതിനെല്ലാം വിത്തുപാകിയ നേതാവിന് ഭാരതരത്ന. ജീവിതത്തിലാകെ പിന്തുടർന്ന ആശയത്തിന് ലഭിച്ച അംഗീകാരമെന്ന് അദ്വാനി. ഡൽഹിയിൽ വിശ്രമജീവിതം നയിക്കുന്ന അദ്വാനി മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. പകരം മകൾ നന്ദി അറിയിച്ചു. बहुत खुशी है मुझे भी पूरे परिवार को कि दादा को इतना बड़ा सम्मान, देश का सर्वोच्च सम्मान मिला है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്വാനിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. തന്റെ ജീവിതത്തിലെ വികാര നിർഭര മുഹൂർത്തമാണിത് എന്ന് മോദി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.